നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ദോശയ്ക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല എരിവുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 3 മീഡിയം സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 സ്പൂൺ എണ്ണ വേണം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കടുക് വേണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. അതേപോലെ തന്നെ ഒരു 4-5 ഇതള് വെളുത്തുള്ളിയും വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. എരിവിനനുസരിച്ച് മുളക് പൊടി വേണം. 2 സ്പൂൺ ചിരകിയ തേങ്ങ വേണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം. തന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴലിനേന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 5 മുതൽ 6 മിനിറ്റ് വരെ ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴന്ന് നിറം മാറി വരുമ്പം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് എനിക്ക് 1.5 സ്പൂൺ മതിയായിരുന്നു. അതല്ല, പച്ചമുളക് ഞാൻ ചേർത്തിട്ടുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചും അതേപോലെ പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിലും മുളക് പൊടിയുടെ അളവൊന്ന് ക്രമീകരിച്ചോളണം. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രം മതി. തക്കാളി വെന്ത് വന്നിട്ട് ഈ കൂട്ടൊന്ന് മാറ്റി വെച്ച് നന്നായിട്ട് ആറാൻ വിടണം. അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചൂടോടെ അരയ്ക്കുന്നെങ്കിൽ അതെല്ലാം വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് മിക്സിക്കകത്തുനിന്ന്. 2 സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മയത്തിൽ അരച്ചെടുക്കാം. നമ്മൾ ഈ ചമ്മന്തി ചൂടാക്കുന്നില്ല, അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല എരിവുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മടിക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതേപോലുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.